വിവിധ രൂപഭാവങ്ങളിൽ ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സ്ത്രീ രൂപത്തിലുള്ള ഗണപതിയെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരത്തിലൊരു പ്രതിഷ്ഠ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രത്തിലുണ്ട്. ആനയുടെ മുഖവും സ്ത്രീ ശരീരവുമുള്ള വിനായകി, ഗജാനന, വിഘ്നേശ്വരി, ഗണേശിനി എന്നെല്ലാം ഈ രൂപത്തെ വിളിക്കാറുണ്ട്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെണ്ണല ദേശം. ഇവിടെയാണ് 2000 വർഷത്തിലേറെ പഴക്കമുള്ള തൈക്കാട്ടപ്പന്റെ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. കേരളത്തിലെ അതിപ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ശിലാലിഖിതങ്ങൾ ഇതിന്റെ കാലപ്പഴക്കത്തിന് സാക്ഷി നിൽക്കുന്നു. ഈ പ്രദേശം തന്നെ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ കഴിഞ്ഞുകൂടിയത് ഇടിമ്പവനത്തിലും പരിസരങ്ങളിലുമായിരുന്നുവെന്നും തൃപ്പൂണിത്തുറയ്ക്ക് സമീപമുള്ള ഇരുമ്പനം അതിപ്രാചീന കാലത്ത് ഹിഡിംബവനമായിരുന്നുവെന്നും ആ നാമധേയത്തിന്റെ രൂപമാറ്റമാണ് ഇരുമ്പനം എന്ന പേരിൽ എത്തിച്ചേർന്നതെന്നും ഉള്ള വിശ്വാസം നിലവിലുണ്ട്. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ. വെണ്ണല എന്ന സ്ഥലത്തിന് ആ പേര് വന്നതിനെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഇന്നും ഈ പ്രദേശത്ത് കാണുന്ന വെളുത്ത മണൽ ഒരു കാലത്ത് കൂനയായി അഥവാ വെളുത്ത മലയായി ഇവിടെ കാണപ്പെട്ടിരുന്നതിനാൽ വെൺമല എന്നും ക്രമേണ വെണ്ണല എന്ന് പേര് വന്നുവെന്നാണ് ഒരു വിശ്വാസം. വെണ്ണിലച്ചെടി ധാരാളമുള്ള പ്രദേശമായതിനാൽ വെണ്ണില എന്ന പേര് വെണ്ണലയായി പരിണമിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. ഇതിന് സമീപമായിരുന്നു അരക്കില്ലമെന്നും അത് കത്തിയ വേളയിൽ അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ ഉരുകി അലയടിച്ചൊഴുകിയതിനാൽ വെണ്ണല എന്ന പേര് വന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. വെടിയൂർ മഠം വിഷ്ണുവിന് വെണ്ണ നിവേദിച്ച ഇലകൾ നിക്ഷേപിച്ച് വെണ്ണ പുരണ്ട ഇല മല പോലെ കൂടിക്കിടന്ന സ്ഥലം എന്ന നിലയിൽ വെണ്ണ ഇല വെണ്ണിലയായി പരിണമിച്ചു എന്നാണ് മറ്റൊരു കൂട്ടരുടെ വിശ്വാസം. സ്ഥലനാമ കഥ എന്തുതന്നെയായാലും ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥയ്ക്ക് മഹാഭാരതവുമായി ബന്ധമുണ്ട്. വനവാസകാലത്ത് പാശുപതാസ്ത്രത്തിനു വേണ്ടി അർജുനൻ ഇതിന് സമീപമാണ് തപസ് ചെയ്തിരുന്നത്. അർജുനനെ പരീക്ഷിക്കാനായി ശിവപാർവതിമാർ കിരാതരൂപം പൂണ്ട് ഇവിടെ എത്തി. അർജുനനും കിരാതനും ഒരേ സമയം ഒരു വരാഹത്തെ എയ്തു വീഴ്ത്തുകയും അതിന്റെ പേരിൽ ഇരുവരും ഘോരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒടുവിൽ കിരാതൻ ശിവഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് അർജുനൻ മാപ്പപേക്ഷിക്കുകയും അദ്ദേഹത്തെ പൂജിച്ച് തൃപ്തനാക്കുകയും ചെയ്തു. അഹങ്കാരനാശനം സംഭവിച്ച അർജുനന് ഭഗവാൻ പാശുപതാസ്ത്രം സമ്മാനിച്ചു. അതിനുശേഷം ഭഗവാൻ സംപ്രീതനായി വിശ്രമിച്ച സ്ഥലമാണ് തൈക്കാട് ക്ഷേത്രത്തിന്റെ സ്ഥാനമായി മാറിയത്. അതുകൊണ്ട് തന്നെ ശാന്തമായ കിരാതമൂർത്തിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പാർവതി നടയുമുണ്ട്. ഇരുജടയ്ക്കുള്ളിൽ നിറഗംഗയല്ലേ തിലകമോ തിങ്കൾ കിരണങ്ങളല്ലേ. ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. വിഷ്ണു, ദുർഗ, ഗണപതി, മുരുകൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിങ്ങനെ നിരവധി ഉപദേവത പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാം. ഇവിടുത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് മുഖ്യപ്രതിഷ്ഠയോളം പ്രാധാന്യമുണ്ട്. പൂർണ്ണത്രയീശന്റെ നേരിട്ടുള്ള അവതാരമാണ് ഇവിടെ കുടികൊള്ളുന്ന വിഷ്ണു. ഈ ക്ഷേത്രത്തിൽ ഒരു സമ്പൂർണ്ണ ക്ഷേത്രവും കൂടിയാണിത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശിവന്റെ കുടുംബം പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, ഹനുമാനുണ്ട്, എല്ലാ പ്രതിഷ്ഠകളും കൂടിയുണ്ട്. പഞ്ചാക്ഷരീ നാമ പൊരുളായി വിളങ്ങും പൂർണ്ണത്രയീശ്വരന്റെ നിത്യസന്ദർശകയായിരുന്ന ഒരു ഭക്ത വാർദ്ധക്യകാലത്ത് തൃപ്പൂണിത്തുറ വരെ എത്തിച്ചേരാനുള്ള ആരോഗ്യമില്ലാത്തതിനാൽ ഏറെ വിഷമിച്ചു. തന്റെ ഭക്തയുടെ പ്രാർത്ഥന കേട്ട പൂർണ്ണത്രയീശൻ തന്റെ ഭക്തയ്ക്കായി ഈ ക്ഷേത്രസന്നിധിയിൽ വന്നു കുടികൊണ്ടു എന്നാണ് വിശ്വാസം.
കൃഷ്ണശിലകളാലും തേക്കിൻ തടികളാലും ചെമ്പുപാളികളാലും തികച്ചും കേരളീയ വാസ്തുസങ്കേതമനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. ഏതാണ്ട് എല്ലാ ദേവതമാരുടെയും സാന്നിധ്യമുള്ളതിനാൽ ഇവിടം ഒരു പൂർണ്ണക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സന്താനലാഭത്തിനായി പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണിവിടം. സന്താനങ്ങളില്ലാതിരുന്ന വൃദ്ധദമ്പതികൾ ഇവിടെ പ്രാർത്ഥിച്ച് സന്താനഭാഗ്യം നേടിയ അത്ഭുത കഥ ഇവിടുത്തുകാരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അമൃതകലാധര ശംഭോ ഇന്ദ്രനുശാപമോ. പാശുപതത്രയംബക പുഷ്പാഞ്ജലി ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. 7 ദിവസം തുടർച്ചയായി ഇത് ചെയ്താൽ ഉദ്ദേശിക്കുന്നതെന്തും സാധിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ അർജുനന് പാശുപതാസ്ത്രം ഉപദേശിച്ച ശേഷം വന്നിരുന്ന ശിവനാണത്രേ എന്നുള്ള സങ്കല്പമാണ് വരിക. അപ്പം അതിനാൽ പാശുപതാസ്ത്ര ത്രയംബക പുഷ്പാഞ്ജലിയാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തി വരാറ് പതിവ്. അപ്പം അത് തുടർച്ചയായി 7 ദിനങ്ങളിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പം അത് മുഖാന്തരം ഭക്തർക്ക് പല അഭിഷ്ടങ്ങളും നമുക്ക് കൈവരാറുണ്ട്. ഭക്തവത്സലനും അഭീഷ്ടവരദായകനുമാണ് സ്വയംഭൂവായ തൈക്കാട്ടപ്പൻ. അദ്ദേഹം വെണ്ണല ദേശത്തിന്റെ ദേവനാണ്. അമൃതകലാധര ശംഭോ. വെണ്ണല ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമയ്ക്കൊരു ഉദാഹരണം കൂടിയുണ്ട്. അത് പെരുന്തച്ഛന്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗം വിശാലമായ പാടങ്ങളായിരുന്നു. അവിടെ നിന്ന് വീശുന്ന കാറ്റ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തെ ദീപസ്തംഭത്തിൽ കൊളുത്തുന്ന നാളത്തെ കത്താൻ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ തന്റെ യാത്രക്കിടയിൽ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആൽത്തറയിൽ വിശ്രമിക്കുകയായിരുന്നു പെരുന്തച്ഛൻ. ദീപസ്തംഭത്തിൽ ദീപം തെളിയിക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ താമസിച്ചില്ല. കാറ്റിന്റെ ദിശ കൃത്യമായി കണക്കാക്കി ദീപസ്തംഭത്തിന്റെ പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു ശിലാഫലകം സ്ഥാപിച്ചു. അതോടെ സ്തംഭത്തിൽ തടസ്സമില്ലാതെ നാളം തെളിഞ്ഞു തുടങ്ങി. അതിപ്രാചീന കാലത്ത് പ്രൗഢമായൊരു ചരിത്രമുണ്ടെങ്കിലും കാലക്രമത്തിൽ ക്ഷേത്രം ജീർണതയിലേക്ക് പോയി. പിന്നീട് ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുകയാണുണ്ടായത്. തൈക്കാട് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രം ഗതകാല പ്രൗഢി വീണ്ടെടുക്കുകയും അനുദിനം പുരോഗതി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം എല്ലാ തരത്തിലുള്ള ക്ഷേത്ര ആചാരങ്ങളോടും ക്ഷേത്രകലകളോടും എല്ലാം പൂർണ്ണത പുലർത്തിക്കൊണ്ട് വാസ്തുശില്പപ്രകാരമാണ് ഇത് പുനർനിർമ്മിച്ചത്. ഇന്നിപ്പോൾ ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് 8 ദിവസത്തെ ഉത്സവമാണിവിടെ. മീനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാവാർഷികം ആഘോഷിക്കുക. ഇതുകൂടാതെ തിരുവാതിര, മറ്റ് വിശേഷ ദിനങ്ങൾ എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. പ്രാചീനതയുടെയും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും സമ്പന്നതയുടെ നടുവിൽ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന കിരാതരൂപിയായ മഹാദേവൻ ഏവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പുണ്യസങ്കേതത്തിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം. മംഗളാഷ്ടകം ഏതദ്വൈ ശംഭോരെ കീർത്തയേ ദിനേ തസ്യ മൃത്യുഭയം നാസ്തി രോഗപീഡാഭയം തഥാ.